ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്റർ ആണ്, അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. LP UP സിലബസിൽ നമുക്ക് അങ്ങനെ ഒരു ടോപ്പിക് പഠിക്കാനായിട്ടില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്, ഇനിയും വരാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയിൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. LDC ആവട്ടെ, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമുകളാവട്ടെ, മറ്റ് 10th മെയിൻസ് എക്സാമുകളാവട്ടെ, ഇതിനെല്ലാം ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായി കണ്ടുകൊണ്ട് നമുക്കിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാം. ചാപ്റ്ററിന്റെ പേര് എങ്ങനെയാണ്? അധിനിവേശവും ചെറുത്തുനിൽപ്പും. ന്യൂ SCERT സ്റ്റാൻഡേർഡ് 8ലെ ഫസ്റ്റ് ലെസൺ ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നോക്കാം, ഏറ്റവും ആദ്യം തന്നെ നമുക്കിവിടെ തന്നിരിക്കുന്നത് ജെയിംസ് ഫൾച്ചറിന്റെ ഒരു ക്യാപിറ്റലിസം എന്ന കൃതിയിലെ കുറച്ച് വരികളാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നതിന് 1601 ഏപ്രിൽ 1-നായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസർഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1906 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിന്റെ 95%. നമ്മൾ വായിച്ചത് ഒരു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. ജെയിംസ് ഫൾച്ചറിന്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വരികളാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നോക്കാം, ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക്, അതായത് ഈസ്റ്റ് ഇൻഡീസ്, വ്യാപാര ബന്ധത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൻകാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഓക്കെ, അപ്പോ പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വായിച്ചത് ഈ ഒരു ഭാഗമാണ്. പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിന് കാരണമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരു സമുദ്രപാത കണ്ടെത്തുന്ന കാര്യമാണ് പറഞ്ഞത്. ഈ ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിലാവുന്നുണ്ടോ എന്താ പറഞ്ഞു വന്നതെന്നുള്ളത്? അതായത് പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായിട്ട് എന്തുണ്ടായിരുന്നു? വ്യാപാര ബന്ധമുണ്ടായിരുന്നു. 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയിട്ട് യൂറോപ്പിൽ നിന്ന് ഏഷ്യ ഉൾപ്പെടുന്ന കിഴക്ക് ദിശയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ ശ്രമം നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് ഈ യൂറോപ്യന്മാരെ നയിച്ച അല്ലെങ്കിൽ പോർച്ചുഗീസുകാരെ നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇത് നോക്കിയേ, യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതിയാണ് ഫസ്റ്റ് പോയിന്റ്. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, അതുപോലെ ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, അതുപോലെ തന്നെ ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, പിന്നെ യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാരണം പുതിയ ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചു, അല്ലെ ഇത്രയും ഘടകങ്ങളാണ് അതവരെ പ്രേരിപ്പിച്ചത്. എന്തൊക്കെയാണ്? 6 ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. യൂറോപ്യന്മാര് കപ്പൽ നിർമ്മാണത്തിലും അതുപോലെ കപ്പൽ യാത്രയിലും ഒക്കെ കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, അതുപോലെ മാപ്പുകളൊക്കെ അവർ പ്രിപ്പയർ ചെയ്തു. പിന്നെ പുതിയ പ്രദേശങ്ങളെ കുറിച്ചും അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ കൃഷിയെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്തു? അവർക്ക് ഐഡിയാസ് കിട്ടി. അപ്പോൾ ഈ ഐഡിയാസ് ഒക്കെ അവർക്ക് പുതിയ യാത്രാ വിവരണങ്ങളിലൂടെയൊക്കെ ലഭിച്ചത് അവർക്ക് ഇതുപോലെ തന്നെ
എന്താണ് പുതിയ ഒരു സമുദ്രപാതയൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ കൂടുതൽ കച്ചവട സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്, ഇതൊക്കെ പുതിയൊരു സമുദ്രപാത കണ്ടെത്താനായിട്ട് യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഈ കോൺസ്റ്റാന്റിനോപ്പിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. നോക്കിയേ, കോൺസ്റ്റാന്റിനോപ്പിളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, വായിക്കാം. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അതുപോലെ ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടസ്സപ്പെടുകയും ചെയ്തു. അപ്പോ അവരുടെ ആവശ്യമായി മാറി എന്ത്? പുതിയ ഒരു പാത കണ്ടെത്തുക എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു വർഷം 1453 എന്ന ഈ ഒരു വർഷം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ആ വർഷത്തിന്റെ പ്രത്യേകത? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷമാണ് 1453. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിളിലൂടെ ആയിരുന്നു. അപ്പൊ തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടി യൂറോപ്യന്മാരുടെ ഏഷ്യയിലേക്കുള്ള വ്യാപാരം തടസ്സപ്പെട്ടു. അത് പുതിയൊരു പാത കണ്ടെത്തുന്നതിന് അവർ നിർബന്ധിതരാവുകയും ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇനി കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേരും പുതിയ പേര് എല്ലാവർക്കും അറിയാലോ. ഇസ്താംബുൾ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പേര് അല്ലെ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര് നോക്കാം. ഇപ്പോഴത്തെ പേരെന്താണ്? ഇസ്താംബുൾ എന്നുള്ളതാണ് അല്ലെ. ഇസ്താംബുൾ. ഓക്കെ, ഇസ്താംബുൾ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പേര്. ഇനി പഴയ പേരും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പഴയ പേരാണ് എന്താ? ബൈസാൻഡിയം എന്നുള്ളതാണ് കേട്ടോ. ബൈസാൻഡിയം. ഇസ്താംബുൾ എന്നുള്ളതാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര്. പഴയ പേരാണെങ്കിൽ ബൈസാൻഡിയം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇവിടെ നോക്കിയേ, PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. ഇത് PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. ഈ 2 പോയിന്റും PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ PYQ, രണ്ടാമത്തെ PYQ. ഓക്കെ, പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. നമ്മൾ PDEF എന്നൊരു കോഡ് പഠിക്കാറുണ്ട്. എന്താണ്? പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഏറ്റവും ആദ്യം കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാര്. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ടും PYQs ആണ് കേട്ടോ. ഇനി അടുത്ത ഭാഗം. പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമ വന്നിട്ടുള്ള വഴിയാണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയാണ്, അതിന്റെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര അതാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. 1498 അടുത്ത PYQ. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായിട്ടുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അതായത് പോർച്ചുഗീസുകാര് കടൽ മാർഗം കേരളത്തിലെത്തി. ആ സമയത്ത് കേരളവുമായിട്ട് സാമൂതിരിയുമായിട്ട് വ്യാപാര ബന്ധം പുലർത്തിക്കൊണ്ടു പോന്നിരുന്നത് അറബികളായിരുന്നു. അപ്പോ ഈ പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടത് എന്താണ്? അറബികളെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണം എന്നത് ഗാമയുടെ ആവശ്യമായിരുന്നു. നമ്മുടെ സാമൂതിരി ആള് ഡീസന്റ് ആയിരുന്നു, അദ്ദേഹം അത് റിജക്ട് ചെയ്തു. ഓക്കെ, ഇതേ തുടർന്ന് സാമൂതിരിയുമായിട്ട് ഗാമയ്ക്ക് ചെറിയ തോതിൽ ഒരു വൈരാഗ്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. ഓക്കെ, അപ്പൊ അദ്ദേഹം കോഴിക്കോട് നിന്ന് പോയി കണ്ണൂരെത്തി. അപ്പൊ അവിടെ ഭരിച്ചിരുന്ന കോലത്തിരി രാജാവായിരുന്നു, അദ്ദേഹവുമായിട്ട് വ്യാപാര അനുമതി നേടിയെടുത്തു.
കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗീസിലേക്ക് മടങ്ങി. തന്റെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. ഇത് നമ്മുടെ പോർച്ചുഗീസുമാരുമായി ബന്ധപ്പെട്ട് അല്ലെ ഗാമയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ്? തന്റെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയിലുള്ള മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് ഗാമ തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയത്. ഓക്കെ, ഇനി ഗാമയുടെ കപ്പലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലിലായിട്ടാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പൊ ഈ 3 കപ്പലുകളുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഗാമയുടെ യാത്രാ ചെലവിന്റെ 60 ഇരട്ടിയാണ് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. ഓർത്തു വെച്ചേക്കാട്ടോ. പിന്നെ ആരുമായിട്ടാണ് അദ്ദേഹം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടത്? കണ്ണൂരിലെ കോലത്തിരി രാജാവുമായിട്ടാണ് വ്യാപാരാനുമതി നേടിയെടുത്തത്. അദ്ദേഹത്തിൽ നിന്നാണ്, കോലത്തിരി രാജാവിൽ നിന്നാണ് ഗാമ വ്യാപാരാനുമതി നേടിയെടുത്തത്. അപ്പോ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല എന്ന് നമ്മൾ പറഞ്ഞു. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരയ്ക്കാന്മാരിൽ നിന്നായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല. അപ്പൊ സാമൂതിരിയുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ആർക്ക് സാധിച്ചില്ല? ഗാമയ്ക്കും കൂട്ടർക്കും സാധിച്ചില്ല. അപ്പൊ സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നത് കുഞ്ഞാലി മരയ്ക്കാന്മാരായിരുന്നു. അപ്പൊ അവരാണ് കാര്യമായ എതിർപ്പ് പോർച്ചുഗീസുകാരുമായിട്ട് ഉണ്ടാക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവർക്ക് ശേഷം അല്ലെങ്കിൽ സാമൂതിരിയുടെ ഭരണത്തിന് ശേഷം ഒന്നും പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി നമുക്ക് കുഞ്ഞാലി മരയ്ക്കാരെ കുറിച്ചാണ് നോക്കാനായിട്ടുള്ളത്. നോക്കാം. കുഞ്ഞാലി മരയ്ക്കാർ പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരയ്ക്കാന്മാരാണ്. ഈ കുഞ്ഞാലി മരയ്ക്കാന്മാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥാനപ്പേരാണ് കേട്ടോ. സാമൂതിരിയുടെ നാവിക തലവന്മാരുടെ ഒരു സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരയ്ക്കാന്മാർ എന്നുള്ളത്. അപ്പൊ കുഞ്ഞാലി മരയ്ക്കാന്മാർ എന്നത് സ്ഥാനപ്പേരായിരുന്നു. 4 കുഞ്ഞാലി മരയ്ക്കാന്മാരാണ് ഉണ്ടായിരുന്നത്. അത് 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. പിവൈക്കുവാണ് കേട്ടോ. കുഞ്ഞാലി മൂന്നാമനാണ് എന്ത് ചെയ്തത്? ചാലിയങ്കോട്ട പിടിച്ചെടുത്തത്. എന്താണ്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. അതുപോലെ കുഞ്ഞാലി 4-ാമനെ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. അപ്പൊ ഈ കുഞ്ഞാലി മരയ്ക്കാർ എന്നുള്ളത് ഒരു സ്ഥാനപ്പേരാണെന്നുള്ളത് മനസ്സിലാക്കുക. കുഞ്ഞാലി മൂന്നാമനാണ് എന്ത് ചെയ്തത്? ചാലിയങ്കോട്ട പിടിച്ചെടുത്ത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തോട്ട് പോവാം. കണ്ടത് ചോദ്യങ്ങൾ വരുന്ന ഭാഗം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇനി പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? എന്താ ഉദ്ദേശിക്കുന്നത്? മേശ, കസേര, ജനല്, പിന്നെന്താണ്? പേന, ചാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ ചിത്രത്തിൽ തന്നിട്ടുള്ളവയുടെ മലയാളം പേരുകൾ കണ്ടെത്തി പട്ടികപ്പെടുത്താൻ കുട്ടികൾക്ക് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. മേശ, കസേര, അലമാര, ചാക്ക്, എന്താണ്? വിജാഗിരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നോക്കാട്ടോ. ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായിട്ട് പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് കുറച്ച് പദങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? കശുമാവ്, പറങ്കിമാവ് എന്ന് പറയാറില്ലേ? പറങ്കിമാവ് അല്ലെങ്കിൽ കശുമാവ്. പറങ്കികൾ എന്ന് പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്ന പേരാണ്. അപ്പൊ അതുകൊണ്ടാണ് പറങ്കിമാവ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ ഇവയൊക്കെ പോർച്ചുഗീസുകാർ നമുക്ക് പരിചയപ്പെടുത്തിയ ഐറ്റംസ് ആണ്. നോക്കിയേ, മാനുവൽ കോട്ടയുടെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. മാനുവൽ കോട്ട. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? മാനുവൽ കോട്ടയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട 1503 1503 കൊച്ചിയിലാണ് ഇത് സ്ഥാപിച്ചത്. ഓക്കെ,
അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. 1503 കൊച്ചിയിലാണ് ഇത് സ്ഥാപിതമായിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. വർഷം 1503. അടുത്ത പോയിന്റ്, കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇതൊക്കെ എന്താണ്? പോർച്ചുഗീസുകാരുടെ വരവ് കൊണ്ട് ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങളാണ്. ഇൻഫ്ലുവൻസ് ഓഫ് പോർച്ചുഗീസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ 5-6 പോയിന്റ് ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ട 1503 കൊച്ചിയിൽ സ്ഥാപിതമായി. യൂറോപ്യൻകാരുടെ ഫസ്റ്റ് ഇൻഫ്ലുവൻസ് ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ കൊച്ചി, ദാമൻ ആൻഡ് ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഓക്കെ, അപ്പോ പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയുടെ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ പൊളിറ്റിക്കൽ ഫീൽഡുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ക്ലാസിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ അങ്ങനെ എഴുതാം. പിന്നെ അതുപോലെ കാർഷിക മേഖല എന്ന് പറയുമ്പോൾ ഇവിടെ കശുമാവിന്റെ കാര്യമൊക്കെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കശുമാവ്, അതുപോലെ പപ്പായ, പേരയ്ക്ക, പുകയില, പൈനാപ്പിൾ ഒക്കെ കൊണ്ടുവന്നു. പിന്നെ വിജ്ഞാന മേഖല എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? അച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരും. സാംസ്കാരിക മേഖല, കൾച്ചറൽ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? ചവിട്ട് നാടകം, മാർഗം കളി, അതുപോലെ കെട്ടിട നിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണേ. ഇനി അടുത്തത് ഡച്ചുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഡച്ച്. അപ്പൊ നമ്മൾ ആ കോഡ് പഠിച്ചത് നിങ്ങളൊന്ന് ഓർക്കുക. ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞു. രണ്ടാമത് വന്നത് ഡച്ച്, മൂന്നാമത് വന്നത് ഇംഗ്ലീഷ്, 4 ഫ്രഞ്ച്. അപ്പൊ പോർച്ചുഗീസുകാരുടെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ ഡച്ചുകാരുടെ കാര്യമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഡച്ചുകാര് നോക്കാലോ. ഓക്കെ, പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യർ ആരാണ്? ഡച്ചുകാരാണ്. ഹോളണ്ടിൽ നിന്നുള്ളവരാണ്, അല്ലെങ്കിൽ നെതർലൻഡുകാർ എന്നൊക്കെ പറയുന്ന ആരെയാണ്? ഡച്ചുകാരെയാണ്. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കച്ചവട ആധിപത്യത്തിനായിട്ടുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് കച്ചവട ആധിപത്യം ഏറ്റെടുത്തു. അപ്പോ കുളച്ചൽ യുദ്ധം. എന്താണ് കുളച്ചൽ യുദ്ധം? നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടു കൂടിയിട്ട് ആരാ പരാജയപ്പെട്ടത്? ഡച്ചുകാർ പരാജയപ്പെട്ടു. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ കുളച്ചലിൽ വെച്ച്, കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ 1741 നടന്ന യുദ്ധം. ഇതാണെന്ത്? കുളച്ചൽ യുദ്ധം. അപ്പൊ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടുകൂടി ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഓക്കെ, ഇനി അപ്പോ ഇവർ പരാജയപ്പെട്ടപ്പോ, ഡച്ചുകാര് പരാജയപ്പെട്ടു. അപ്പൊ ഡച്ചുകാരുടെ നേതാവായിരുന്ന, അല്ലെ അവരുടെ സൈനിക ശക്തിയുടെ നേതാവായിരുന്ന ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയ് ആയിരുന്നു കേട്ടോ. ക്യാപ്റ്റൻ ഡിലനോയ്. ഓക്കെ, ഇനി ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇതാണ് PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം. ഓക്കെ, ഡച്ചുകാരുമായി ബന്ധപ്പെടുത്തി PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഡച്ചിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഹോർത്തൂസ് മലബാറിക്കോസ്. ഓക്കെ, ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന കൃതിയാണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. PYQ. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവരും രചനകളിൽ പങ്കാളിയായി. അടുത്ത PYQ. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ്. അടുത്ത പോയിന്റ്.
മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാൽ. ഡോക്ടർ കെ എസ് മണിലാലാണ് മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് ഈ ഒരു കൃതിയെ വിവർത്തനം ചെയ്തത്. ഇദ്ദേഹം റീസെന്റ് ആയിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ചോദ്യ സാധ്യതയുണ്ട്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹോർത്തൂസ് മലബാറിക്കസിലാണ് ആദ്യമായിട്ട് മലയാള ഭാഷ അച്ചടിച്ച് വന്നത്, അല്ലെ? അപ്പോൾ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് പറയാവുന്ന കൃതിയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആര്? ഹെൻറിക് വാൻ റീഡർ. അതുപോലെ ഈ ഒരു പുസ്തക രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണ് ആര്? ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ. ഇദ്ദേഹത്തെ കൂടാതെ സഹായമേകിയ മറ്റു വ്യക്തികളാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കണ്ടോ? ഇനി മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി ട്രാൻസ്ലേറ്റ് ചെയ്തു ആരാണ്? ഡോക്ടർ കെ എസ് മണിലാൽ. പിന്നെ ഇവിടെ ഓർത്തു വെക്കേണ്ട കറണ്ട് അഫയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇദ്ദേഹം മരണപ്പെട്ട ഡേറ്റ്, ഇദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരം. അപ്പൊ അത് രണ്ടും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക, എഴുതി ചേർക്കുക കേട്ടോ. നിങ്ങളുടെ നോട്ടിൽ എഴുതി ചേർക്കേണ്ട കാര്യങ്ങളാണ്. കെ എസ് മണിലാൽ അന്തരിച്ചത് 2025 ജനുവരി മാസം 1-ാം തീയതിയാണ്. ജനുവരി മാസം 1-ാം തീയതി തൃശ്ശൂരിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. അതുപോലെ 2020 അടുത്ത പോയിന്റ് ആണ്, 2020 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ ലഭിച്ച വ്യക്തി കൂടിയാണ്. റീസെന്റ് ആയി മരണപ്പെട്ടതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. 2025 ജനുവരി മാസം 1-ാം തീയതിയാണ് ഇദ്ദേഹം മരണപ്പെട്ടത് കേട്ടോ. 2020 പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ ഹോർത്തൂസ് മലബാറിക്കസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ചേർത്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പം നോക്കാം. 1678 മുതൽ 1702 വരെയുള്ള കാലയളവിൽ ഏകദേശം 12 വോളിയംസ് ആയിട്ടാണ് ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഈ ഒരു കൃതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആംസ്റ്റർഡാമിൽ, നെതർലൻഡിന്റെ തലസ്ഥാനമായിട്ടുള്ള ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പരാമർശിച്ചിരിക്കുന്ന ആദ്യത്തെ വൃക്ഷം തെങ്ങും ഏറ്റവും അവസാനത്തെ വൃക്ഷം പേരാലുമാണ്. നിങ്ങൾ തന്നെ പഠിക്കുക, തെങ്ങു മുതൽ പേരാല് വരെ, പേരാല് വരെ ഉള്ള 742 സസ്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നത്. അതിന്റെ വർഷം കൂടി നോട്ട് ചെയ്ത് വെക്കുക. 1678 മുതൽ 1702 വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 12 വോളിയംസ് ആയിട്ടാണ് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 742 സസ്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഓക്കെ ആണേ. പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഡേറ്റും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 2025 ജനുവരി 1-ന് മരണപ്പെട്ടു. 2020 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുകയും ചെയ്തു. ഇനി നമ്മുടെ ഇട്ടി അച്യുതനെ കുറിച്ച് പറയുന്നുണ്ട്. ഇട്ടി അച്യുതൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. അപ്പൊ നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട നാട്ടുവൈദ്യൻ ആരായിരുന്നു? ഇട്ടി അച്യുതൻ. അല്ലെങ്കിൽ ഇട്ടി അച്യുതന്റെ ജന്മസ്ഥലമൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അങ്ങനെ. ഇനി അടുത്ത ഭാഗം കണ്ട, ഹോർത്തൂസ് മലബാറിക്കസിന്റെ ഒരു പേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കുരുമുളകാണെന്ന് തോന്നുന്നു അല്ലെ? ഇതാ കുരുമുളകാണെന്ന് തോന്നുന്നു. ഇനി അടുത്ത ഇതെന്താ? കൗങ്ങോ? നോക്കാം. ഇനി അടുത്തത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച ആരെയൊക്കെ കുറിച്ചാണ് പറഞ്ഞത്? പോർച്ചുഗീസ് പറഞ്ഞു, ഡച്ച് പറഞ്ഞു. ഇനി അടുത്തത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ്. ഇംഗ്ലീഷുകാരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറെ പഠിക്കാനുണ്ട്, അതവിടെ നിൽക്കട്ടെ. അത് തന്നെയാണ് SCRT വിചാരിച്ചത്. ഇനി നമുക്ക് ഫ്രഞ്ചുകാരെ കുറിച്ച് നോക്കാം. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണിത്? കർണാട്ടിക് യുദ്ധങ്ങൾ. കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണിത്? കർണാട്ടിക് യുദ്ധങ്ങൾ. കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ.
ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. അതിന്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. അപ്പൊ പോണ്ടിച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ എന്ന് പറയുന്ന ഈ 4 സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു ഫ്രഞ്ച് അധിനിവേശം ഉണ്ടായിരുന്നത്. അപ്പൊ ഫ്രഞ്ചുകാരുടെ അധിനിവേശം ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെ, താഴെ പറഞ്ഞതിൽ പെടുന്നത് ഏത്, അല്ലെ അവരുടെ അധിനിവേശ സ്ഥലങ്ങളിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. പോണ്ടിച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി ഫ്രഞ്ച് അധിനിവേശം. ഓക്കെ, ഇനി കർണാട്ടിക് യുദ്ധങ്ങളെ കുറിച്ച് തന്നിട്ടുണ്ട്, ഒന്ന് നോക്കാം. കർണാട്ടിക് യുദ്ധങ്ങൾ നോക്കിയേ. അപ്പോ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും, ഇങ്ങനെ പഠിക്കാൻ നമുക്ക് എളുപ്പം. EF അല്ലെ, കണക്ട് ചെയ്ത് പഠിക്കാം. EUFും തമ്മിൽ നടന്ന യുദ്ധം, ഇംഗ്ലീഷും ഫ്രഞ്ചും തമ്മിൽ നടന്ന യുദ്ധമാണ് ഇത് കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. അപ്പൊ കർണാട്ടിക് മേഖല എന്ന് പറയുന്നത് എന്താണ്? ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയാണ്. ഇനി അടുത്തത്, ഇവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. എന്താണ് ഭൂപടത്തിന്റെ ഉദ്ദേശം? ഇതാ നോക്കാം. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവരുടെ അധിനിവേശത്തിലായിരുന്ന പ്രധാന കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ട് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊച്ചി നമ്മൾ വായിച്ചു. കൊച്ചി. അടുത്തത് ഏതാ? ഗോവ. കൊച്ചി, ഗോവ. പിന്നെ ഏതാ? ദാമൻ, ദിയു. ദാമൻ, ദിയു എന്നിവയാണ് അല്ലെ. ദാമൻ, ദിയു. ഇനി അടുത്തത്, ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? നാഗപട്ടണം പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ അഹമ്മദാബാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഹമ്മദാബാദ്, പിന്നെ ചിൻസുര അല്ലെ, ചിൻസുര. പിന്നെ മറ്റൊരു സ്ഥലം കൂടി പറഞ്ഞിരുന്നല്ലോ, ബറോച്ച്. ഇനി ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ് ഏതൊക്കെ? പോണ്ടിച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ. പോണ്ടിച്ചേരി തന്നെയാണ് പുതുച്ചേരി. അപ്പോ ഇതൊക്കെ PSC ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഇനി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഏതൊക്കെയാ? നാഗപട്ടണം, അഹമ്മദാബാദ്, ചിൻസുര, ബറോച്ച്. താഴെ തന്നിരിക്കുന്നവയിൽ ഡച്ച് അധിനിവേശ പ്രദേശം അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളിൽ പെടുന്നത് ഏത്, പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ കൊച്ചി, ഗോവ, ദാമൻ, ദിയു ഇതൊക്കെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളാണ്. ഡച്ചിന്റെ ആണെങ്കിൽ നാഗപട്ടണം, അഹമ്മദാബാദ്, ചിൻസുര, ബറോച്ച്. വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. നാഗപട്ടണം, അഹമ്മദാബാദ്, ചിൻസുര, ബറോച്ച്. ഇത് ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. വളരെ പ്രകൃതി സുന്ദര രമണീയമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷികളുടെ കളകള നാദമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇനി അടുത്തത്, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. നമ്മുടെ LDCയുടെ ഒക്കെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് പഠിക്കാൻ തന്നിരിക്കുന്നതാണ്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, അല്ലെ ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ ഫസ്റ്റ് ടോപ്പിക്കാണ്. എന്തായാലും ഒരു PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നമ്മൾ ഈ പാഠത്തിന്റെ ആദ്യ ഭാഗത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1600 ഡിസംബർ 31. ഓക്കെ, ഇനി കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവടത്താവളം അല്ലെങ്കിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. സൂററ്റ്, PSCയുടെ മുൻവർഷ ചോദ്യം. എന്താണ് ചോദ്യം? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ കച്ചവടത്താവളം അല്ലെ ഫാക്ടറി എവിടെയാണ്? സൂറത്തിലാണ്. സൂററ്റ്. ഓക്കെ, അപ്പോ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757-ലെ പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ബംഗാളിലെ നവാബായിരുന്ന
സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. എന്താ ഇപ്പൊ പറഞ്ഞത്? പ്ലാസി യുദ്ധത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു. റോബർട്ട് ക്ലൈവ് ആണ് ഈ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം, അല്ലെ, റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ ഒരു യുദ്ധത്തിൽ, പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി. ബംഗാളിന്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായിട്ടുള്ള ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കി. അപ്പൊ ആദ്യം ബംഗാൾ പിടിച്ചെടുത്തു, പിന്നീട് അങ്ങോട്ട് പതുക്കെ പതുക്കെ ബീഹാർ, പിന്നെ ഒറീസ എന്നീ പ്രദേശങ്ങളിലെ നികുതി പിരിക്കാൻ, ബംഗാൾ അടക്കമുള്ള പ്രദേശങ്ങളിലെ നികുതി പിരിക്കാനുള്ള അവകാശവും കമ്പനി സ്വന്തമാക്കി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. ഏത് യുദ്ധത്തിലാ? ബക്സാർ യുദ്ധത്തിൽ. ഓക്കെ, ഇനി ഈ റോബർട്ട് ക്ലൈവിന്റെ ഇവിടെ ഒരു കോട്ടുണ്ട്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. ഇത് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ്. ഇനി ഇവിടെ ബോക്സിൽ തന്നിരിക്കുന്ന കാര്യം ഒന്ന് വായിക്കാം. മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർലാ വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. ഒന്നും അറിയണ്ട, വെറുതെ പൈസ കിട്ടുമല്ലോ. അപ്പൊ 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ധാരണയോടുകൂടി, ഉപാധിയോട് കൂടിയിട്ട് പ്രാദേശിക രാജാവായിട്ടുള്ള ദമർല വെങ്കിടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. ഇനി 1662 പോർച്ചുഗീസ് രാജകുമാരിയായ ഖാദറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവായിരുന്ന അന്നത്തെ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമായിരുന്നു ബോംബെ. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 1698 സുതനദി, കലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട, അല്ലെങ്കിൽ ഫോർട്ട് വില്യം. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കത്ത എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഓക്കെ, 1698 സുനനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. ഇത് പിന്നീട് പട്ടണമായി മാറുകയും കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോ എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് റോബർട്ട് ക്ലൈവ് പറഞ്ഞതിന്റെ കാരണം എന്തൊക്കെയായിരിക്കും? അന്ന് ഇന്ത്യ നാട്ടുരാജ്യം, അല്ലെ, നാട്ടുരാജ്യങ്ങൾക്കിടയിലുള്ള ഇന്ത്യയിലെ ആ ഒരു രാജാക്കന്മാർക്കിടയിലുള്ള അനൈക്യം, അതുപോലെ ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ, ഇതൊക്കെ ആയിരിക്കാം റോബർട്ട് ക്ലൈവിനെ ഇത്തരത്തിലൊരു കോട്ട് പറയാനായിട്ട് പ്രേരിപ്പിച്ചത്, അല്ലെ. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ഓക്കെ, നാട്ടുരാജ്യങ്ങളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും എന്ന ഭാഗമാണ് ഇനി പഠിക്കുന്നത്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം. ആംഗ്ലോ മൈസൂർ യുദ്ധം കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാണ്? നമ്മൾ പഴശ്ശിയെ കുറിച്ചൊക്കെ പഠിച്ച ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി. 1782
ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടുകൂടി മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പോൾ ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർ കോൺകർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മൈസൂരുകാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ 4 ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ മൈസൂരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു. ആ സമയത്ത് മൈസൂർ ഭരണാധികാരി ആയിരുന്നത് ഹൈദരാലി ആയിരുന്നു. ഹൈദരാലിയുടെ മരണശേഷം ടിപ്പു സുൽത്താനാണ് മൈസൂരിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം എന്ത് ചെയ്തു? ടിപ്പു സുൽത്താനെ വധിച്ചു. അങ്ങനെ മൈസൂര് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധം. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടുകൂടി മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ സിഖ്. ആംഗ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ആംഗലേയ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയാണ്. ആംഗ്ലോ എന്ന വാക്ക് ഇംഗ്ലീഷിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടുകൂടി പഞ്ചാബും ബ്രിട്ടീഷ് അധീനതയിലായി. ക്ലിയർ? പഞ്ചാബ്, മറാത്ത, പിന്നെന്താണ് മൈസൂര്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. കീഴടക്കിയ പ്രദേശങ്ങളുടെ വലിപ്പം കൂടി വരികയാണ് അല്ലെ. അപ്പൊ അങ്ങനെ കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായിട്ട് അവർ സ്വീകരിച്ച മാർഗങ്ങളിൽ ഒന്നാണ് കച്ചവടം, 2 നികുതി പിരിവ്, 3 യുദ്ധങ്ങൾ. ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇത് ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസ്, അതുപോലെ LDC മെയിൻസ്, 10th മെയിൻസ് പോലെയുള്ള എക്സാം, 10th പ്രിലിംസ് പോലെയുള്ള എക്സാമുകൾക്കൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ LP UP സിലബസിലാണ് ഇത് ഇല്ലാത്തത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ LP UP സിലബസിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ആക്കേണ്ട കാര്യങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ, ഇത് നമുക്ക് പറയാൻ പറ്റില്ല, സിലബസ് ഒക്കെ മാറി വരുമ്പോൾ ഏത് രീതിയിലാകും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള നയങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. നികുതി നയങ്ങൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. പല ആവർത്തി PSC ചോദിച്ചിട്ടുണ്ട്. എവിടൊക്കെയാണ് നടപ്പാക്കിയ വ്യക്തി ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. വർഷം 1793 നടപ്പിലാക്കിയ വ്യക്തി ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ഭൂവുടമകളായിരുന്ന സെമീന്ദർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. അതുപോലെ വിളവിനുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണം എന്നുള്ളതായിരുന്നു ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഭൂവുടമകളായിരുന്നത് ആരാണ്? സെമീന്ദർമാരാണ്. ഈ സെമീന്ദർമാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. അതിപ്പോ വിളവുള്ള ഭൂമിയാണെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിൽ വിളവ് കുറഞ്ഞ ഭൂമിയാണെങ്കിലും വേണ്ടില്ല, എന്ത് ചെയ്യുക? നിശ്ചിത തുക, ഇത്രയും തുക എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിർബന്ധമായിട്ടും നികുതിയായി നൽകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലനിന്നിരുന്നത് എവിടൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ. ഇത് നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. വർഷം 1793. ഓക്കെ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അടുത്തത് റയട്ട് വാരി സമ്പ്രദായം. റയട്ട് വാരി സമ്പ്രദായം 1820. ദക്ഷിണേന്ത്യ ഡക്കാൻ റീജിയനിലൊക്കെ നിലനിന്നിരുന്നതാണ്. നടപ്പിലാക്കിയത് തോമസ് മൺട്രോ പ്രഭുവാണ്. അതുപോലെ തന്നെ അലക്സാണ്ടർ റീഡ്, തോമസ് മൺട്രോ. കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്ന സമ്പ്രദായവും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ റയട്ട് വാരി സമ്പ്രദായം ദക്ഷിണേന്ത്യയിലായിരുന്നു. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് ഈ ഒരു ഭാഗത്ത്, ഇന്ത്യ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗത്താണ് എന്തെന്ന് ഈ ഒരു റയട്ട് വാരി സമ്പ്രദായം ഉണ്ടായിരുന്നത്. തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് എന്നിവരാണ് ഈ ഒരു പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വ്യക്തികൾ. കർഷകരെ ഭൂവുടമകളായി പരിഗണിക്കുന്ന സമ്പ്രദായമായിരുന്നു. അതുപോലെ ബ്രിട്ടീഷുകാർ നേരിട്ട് കർഷകരിൽ നിന്നാണ് നികുതി പിരിച്ചിരുന്നത്. നികുതി പിരിക്കുന്നതിൽ നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നവരുടെ ഭൂമിയൊക്കെ ബ്രിട്ടീഷുകാര് കണ്ടുകെട്ടുകയും ചെയ്തു. ഇനി അടുത്തതാണ് മഹൽവാരി സമ്പ്രദായം. മഹൽവാരി സമ്പ്രദായം ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് പ്രദേശങ്ങളിലൊക്കെ നിലനിന്നിരുന്നു. ഓക്കെ, ഹോർട്ട് മെക്കൻസി ആണ് ഇത് നടപ്പിലാക്കിയ വ്യക്തി. ഹോർട്ട് മെക്കൻസി ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് പ്രദേശങ്ങളിൽ നിലനിന്നു.
ഇവിടെ എന്താന്ന് വെച്ചാൽ മഹൽവാരി, മഹൽ എന്നാൽ ഗ്രാമം എന്നാണ് അർത്ഥം. അപ്പൊ ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയി കണക്കാക്കിക്കൊണ്ടാണ് നികുതി പിരിച്ചത്. നികുതി പിരിവിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ 3 ടൈപ്പ് നികുതികളെ കുറിച്ചാണ് പഠിച്ചത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, റയട്ട് വാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. മഹൽവാരിയുടെ ഇയർ 1822. ഈ 3 ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് വർഷം 1793 1793 ബംഗാൾ, ബീഹാർ, ഒറീസ. റയട്ട് വാരി 1820 ദക്ഷിണേന്ത്യ അതുപോലെ ഡക്കാൻ പ്രദേശങ്ങളില്. മഹൽവാരി 1822, റയട്ട് വാരി 1820. ഓക്കെ. ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഉയർന്ന നികുതി നിരക്കാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെന്താ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാവുന്നത് നിർബന്ധിത നികുതിയായിരുന്നു. നിർബന്ധിത നികുതി. പിന്നെന്താണ്? നികുതി നൽകാത്തവരുടെ ഭൂമിയൊക്കെ പിടിച്ചെടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കൽ. പിന്നെന്താണ്? കർഷകരിൽ നിന്ന് നേരിട്ടുള്ള നികുതി പിരിവ്. ഓക്കെ. ഇനി ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പണമിടപാടുകാരിൽ നിന്ന് എന്ത് ചെയ്യും? ഈ കർഷകർ കടം വാങ്ങാനായിട്ട് തുടങ്ങും. അതായത് നികുതി കൊടുത്തില്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? അവരുടെ സ്ഥലം പിടിച്ചെടുക്കും. അപ്പൊ അങ്ങനെ സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ, ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് പണമിടപാടുകാര്, മണി ലെൻഡേഴ്സിൽ നിന്ന് പൈസ കടം വാങ്ങിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ കർഷകർക്ക് വലിയൊരു കടക്കണി ഉണ്ടാവുകയും ചെയ്തു. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്കും ഉണ്ടായിരുന്നു. ഓക്കെ. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. കാരണം എന്താ? കർഷകർക്ക് എന്തായാലും നികുതി കൊടുത്തേ പറ്റുള്ളൂ. അതിനിപ്പോ വിളവ് കുറവാണെങ്കിലും അവരെന്ത് ചെയ്യണം? നികുതി കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ മുന്നിൽ ഒരു മാർഗമുള്ളത് പണമിടപാടുകാരിൽ നിന്ന് പലിശയ്ക്ക് പൈസ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ കർഷകരൊക്കെ കടക്കണിയിലായി. എന്നാൽ ഇത് പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവുമായിട്ട് മാറി. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറച്ചു. അതോടുകൂടി ഭക്ഷ്യക്ഷാമവും ഉണ്ടായി. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായിട്ടും വന്നു. ഇനി ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്നുള്ളതാണ് നോക്കുന്നത്. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. നികുതി എന്ന് പറയുന്നത് ഉയർന്ന നിരക്കിലാണ്. അത് കണ്ടെത്താനുള്ള പ്രയാസം വളരെ കഷ്ടമാണ് അല്ലെ. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ഒന്നും ലഭിച്ചിരുന്നില്ല. അടുത്ത പോയിന്റ്, കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരാരെ ആശ്രയിച്ചു? പണമിടപാടുകാരെ ആശ്രയിച്ചു. കടക്കണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. കർഷകരെ പോലെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെടുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗത തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. ഇനി ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങളാണ് പഠിക്കേണ്ടത്. ഇത് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 ആയിട്ട് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.